ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണത്തിലാണ് നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് കൈമാറും. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക. മറ്റാരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകും. 5 കാരണങ്ങളിൽ അന്വേഷണം നടത്തുവാനാണ് DGPയുടെ ശുപാർശ. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുവാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. DGPയുടെ ശുപാർശ സർക്കാർ വിജിലൻസ് മേധാവിക്ക് കൈമാറും. സാമ്പത്തിക ആരോപണങ്ങളായതിനാൽ പ്രത്യേക സംഘത്തിന് അന്വേഷിക്കാനാകില്ലെന്നും DGP പറഞ്ഞു. PV അൻവർ MLAയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക. മറ്റാരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുവാനായി നോട്ടീസ് നൽകും. വിവാദങ്ങൾ കനക്കുമ്പോൾ ADGPയെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ നടന്ന LDF യോഗത്തിൽ ADGPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി വിയോജിച്ചു. ഇപ്പോഴത്തെ വിവാദത്തിന്റെ ലക്ഷ്യം താനാണെന്ന് വരെ പിണറായി വിജയൻ യോഗങ്ങളിൽ പറഞ്ഞിരുന്നു. സഖ്യകക്ഷികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി കടുത്ത പ്രതിരോധം തീർത്തത്. ADGPക്കെതിരെ ഉയർന്ന വിവാദം മുഖ്യമന്ത്രിക്കെതിരായ നീക്കമല്ലെന്ന് ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. RSS നേതാക്കളെ ADGP കണ്ടതിന് എന്തു മറുപടി പറഞ്ഞു നിൽക്കുമെന്നും ബിനോയ് വിശ്വം ചോദിച്ചു.